ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാനിവിടെ പാവയ്ക്ക തീയലാണ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് റെഡിയാക്കാം നമുക്ക്. പാവയ്ക്ക നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണേ. എന്നിട്ട് നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. എന്നിട്ട് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വിറ്റി കൊടുക്കണേ. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് കടുവും ഉലുവയും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് കിണ്ടി കൊടുത്ത് ആവിയിലാണ് വേവിക്കേണ്ടത്. വെള്ളം വീത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിനാവശ്യമായ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് കിണ്ടി കൊടുക്കണേ. കണ്ട ഇതുപോലെ നല്ല കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കിണ്ടി വരട്ടിയെടുക്കണേ. മസാല എല്ലാം നല്ല മൂക്കുന്നത് വരെ ഇതുപോലെ കിണ്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളി വെള്ളത്തെ അതിലേക്ക് വീത്തി കൊടുക്കണേ. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ വീത്തി നന്നായിട്ട് കിണ്ടി അടച്ച് വയ്ക്കണേ. അടച്ച് വെച്ച് തിളപ്പിച്ച് നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് നല്ല എണ്ണ തെളിഞ്ഞ് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ കയ്പ്പൊന്നും ഉണ്ടാവില്ല. ചിലർ വിചാരിക്കുന്നത് കയ്ക്കില്ലേന്ന്. കയ്പ്പൊന്നും ഉണ്ടാവില്ല. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ പറയണേ. ബൈ ഫ്രണ്ട്സ്.